Hi friends, welcome back to my channel Bello Fitness. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ബാർബെല്ലോ ഡംബെല്ലോ റെസിസ്റ്റൻറ്റ് ബാൻഡ് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. നമുക്ക് എങ്ങനെ വീട്ടിൽ ഇപ്പോൾ ഉള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ സിമൻറ്റ് അല്ലെങ്കിൽ മെറ്റൽ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡംബൽസിൻ്റെയും ബാർബൽസിൻ്റെയും വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഡംബലും ബാർബലൊക്കെ സിമെൻറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളത്. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ചിലപ്പം എല്ലാവരുടെ വീട്ടിൽ സിമെൻറ്റ് ഉണ്ടായിക്കോളണമെന്നില്ല, പൈപ്പ് കിട്ടാനായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ പുറമേ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഘടിപ്പിക്കാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബാർബലും അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ് ഒരു 18 കിലോ 20 കിലോ വെയിറ്റും നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ വീഡിയോ തികച്ചും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ജിമ്മിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ലോക്ക്ഡൗൺ ആയി അപ്പോൾ വീട്ടിലോട്ട് ട്രെയിനിങ് മാറ്റണം, അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. അല്ലാതെ പുതുതായിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ടും ഇത് അവഗണിച്ച് ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ബ്രോ ഇങ്ങനെ ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി മുൻകൂട്ടി ഒരു വാർണിംഗ് ആയിട്ട് പറയുന്നത്. ജിമ്മിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ലോക്കൽ ഐറ്റംസൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് കുപ്പികൾ ആവശ്യമാണ്. ഇതുപോലത്തെ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് എടുക്കേണ്ടത്. 10 രൂപയ്ക്കും മിനറൽ വാട്ടർ കിട്ടും. പക്ഷേ ആ ബോട്ടിൽ എടുത്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ 1 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പി തന്നെ സംഘടിപ്പിക്കുക. ഇത് നമ്മുടെ നാട്ടിലൊക്കെ, അതായത് നമ്മുടെ വീട്ടിലും നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിലൊക്കെ ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെ തിരഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കുപ്പി സംഘടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 8 കുപ്പിയാണ് ആവശ്യം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെയിറ്റ് നിറയ്ക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിറയ്ക്കുന്നത് എംസാൻഡാണ്. ഇവിടെ എംസാൻഡ് ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ എംസാൻഡ് നിറച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ എംസാൻഡിന് പകരം നിങ്ങളുടെ വീട്ടിൽ എന്താണോ അതിന് വെയിറ്റായിട്ട് നിറയ്ക്കാനുള്ളത് എന്ത് വേണമെങ്കിലും നിറയ്ക്കാം. പക്ഷേ മണ്ണ് നിറച്ചതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെയിറ്റ് കുപ്പിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒന്നെങ്കിൽ എംസാൻഡ് നിറയ്ക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരലും നിറയ്ക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നിറച്ച് വെച്ചേക്കുന്നതാണ് ഈ ഒരു കുപ്പിയിൽ. എന്നിട്ട് ഞാനിതിൽ വെള്ളവും നിറച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. വെറുതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുപ്പിയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോയില്ല. നന്നായിട്ട് ഇടിച്ച് വെള്ളം ഉള്ളിലേക്ക് കയറ്റി വിടണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതുപോലെ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2022 ഏകദേശം 2000 ഗ്രാം 2 കിലോ വെയിറ്റ് ഈ ഒരു കുപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൂക്കി കാണിച്ചത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ 8 കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു കുപ്പി ഉണ്ട്, ഈ കുപ്പിയിൽ ഞാൻ ചരലാണ് നിറച്ചേക്കുന്നത്. കാരണം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ എംസാൻഡ് അവൈലബിൾ ആയിക്കോളണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ചരൽ എടുത്തിട്ട് നിറച്ചാലും നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വെയിറ്റാണ് കിട്ടുന്നത്. പക്ഷേ മണ്ണ് നിറച്ചുകൊണ്ട് കാര്യമില്ല. എന്നിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കൂടി നിറച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് വെച്ചാലേ നമുക്കൊരു കുപ്പി ഒരു 2 കിലോ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ തൂക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഏകദേശം നേരത്തെ എടുത്ത ഒരു ബോട്ടിലാണെന്ന് തോന്നുന്നു, ഏകദേശം 2 കിലോ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കുപ്പി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനും ഏകദേശം 2,100. ഇതിൽ കുറച്ചുകൂടെ ഞാൻ ടൈറ്റ് ചെയ്ത് നിറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആവറേജ് നമുക്കൊരു 2 kg അല്ലെങ്കിൽ 2 kg എബോ കിട്ടുന്നുണ്ട് എല്ലാ വെയിറ്റും. ഇപ്പോൾ ഞാനിനി ചരൽ നിറച്ചേക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ചരൽ നിറച്ചേക്കുന്ന ബോട്ടിൽ ഇതാണ് കണ്ടില്ലേ, ചെറിയ ചരലാണ് കേട്ടോ നിറച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് വെള്ളം കുത്തി നിറച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 2 കിലോയുടെ അടുത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം 2 കിലോ തന്നെ വരും. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒരു വടി ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇതിന് ബാർബൽ പോലെ യൂസ് ചെയ്യാനൊരു വടി ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കിൽ ഷെഡ് പൊളിച്ചപ്പോൾ കിട്ടിയ ഒരു വടിയാണത്. അപ്പോൾ ഇത് അത്യാവശ്യം ഉറപ്പുണ്ട്, നല്ല നീളമുണ്ട്, ഏകദേശം 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വടി സംഘടിപ്പിക്കാനായിട്ട് നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരത്തിൻ്റെ തടി മുറിച്ചാലും അല്ലെങ്കിൽ ഒരു മുളക്കഷ്ണം മുറിച്ചാലും ഒക്കെ മതി. ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഒപ്പിക്കണം. കറക്റ്റായിട്ട് നമുക്ക് ഗ്രിപ്പ് കിട്ടണം. നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ള ഒരു വടിക്കഷ്ണമായിരിക്കണം. അപ്പോൾ അതും കൂടി സംഘടിപ്പിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിലെടുത്തിട്ട് നമ്മൾ ഈ ഒരു വടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കെട്ടി വയ്ക്കാം. അതായത് ഒന്ന് കെട്ടി വെച്ചാൽ പോരാ, നമ്മളൊരു സൈഡിൽ ഒരു 4 എണ്ണെങ്കിലും കെട്ടി വയ്ക്കണം. ഇത് കെട്ടി വയ്ക്കുക എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വടി അങ്ങനെ തിരിഞ്ഞ് കളിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 4 സൈഡിൽ വെച്ചിട്ട്
നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചൂടി ഉണ്ടെങ്കിൽ ചൂടി നനച്ച് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂടി കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് കെട്ടുന്നത്. കെട്ടുമ്പോൾ ഓരോ കുപ്പിയും നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. ഇനി കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കെട്ടുമ്പോൾ ഇങ്ങനെ വരും. നമ്മളൊരു സൈഡിൽ 4 ബോട്ടിലും ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാർബെല്ലിൽ പ്ലേറ്റ് ഇട്ട് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ അത്ര ഈസി ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇത് സ്ക്വയറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 8 കിലോൻ്റെ മുകളിൽ ഒരു സൈഡ് വരും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കെട്ടി വെക്കണം. ഇതപ്പോൾ 2 സൈഡും കെട്ടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് ഏകദേശം ഈ ഒരു ലെവലിലുണ്ടാവും കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ വെറുതെ ഗ്യാസ് സിലിണ്ടർ അതുപോലെ അമ്മിക്കുട്ടിയും ഗ്രൈൻഡറൊക്കെ എടുത്ത് പൊന്തിച്ച് വല്ല ഉളുക്കുണ്ടാക്കി വെക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഒരു ഗ്യാസ് സിലിണ്ടർ ഫുള്ളി ലോഡഡായിട്ട് തന്നെ 14 കിലോ ആയിരിക്കും, നമുക്ക് എടുത്ത് പൊന്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലും എത്രയോ ബെറ്ററാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു 18 കിലോ അല്ലെങ്കിൽ 17 കിലോ വരുന്ന ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ലാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുതുതായിട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മെനക്കെട്ട് ഇത് ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ട് പ്രോപ്പർ ഡംബലും ബാർബലും ഉപയോഗിച്ച് മാത്രം വർക്കൗട്ട് ചെയ്യുക. കാരണം ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഒന്ന് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരുന്നത് കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ്. നല്ല രീതിക്ക് ടൈറ്റാക്കി കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് എളുപ്പമല്ലേ എന്ന് വിചാരിച്ച് തട്ടിക്കൂട്ടിയിട്ട് ഈ സംഭവം ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഇത് ഉപയോഗിച്ച് ഞാൻ ഒരുപാട് വർക്കൗട്ട് കാണിച്ചു തരാം. ആ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കോളും നിർബന്ധമില്ല. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുക. പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഞാനതൊരു വൃത്തിയാവാൻ വേണ്ടിയിട്ട് 2 കവറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ പെയിൻ്റൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ വെയിറ്റ്, അതായത് വർക്കൗട്ട് ചെയ്യാനുള്ള വെയിറ്റ് നമ്മൾ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ വെയിറ്റ് എത്ര വരുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് തൂക്കി നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി കിച്ചൺ സ്കെയിലാണ്. നമ്മളിതൊന്ന് വെയിറ്റ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 kg ആണ്. അപ്പോൾ നമ്മളിതൊന്ന് എടുത്ത് വെച്ച് നോക്കാം. ഏകദേശം 2500, 2450 വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെയിറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി മറ്റേ സൈഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. മറ്റേ സൈഡ് എടുത്ത് വെക്കുമ്പോൾ ഏകദേശം 8400, 8500, ഒരു 100 ഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട് 2 സൈഡും തമ്മിൽ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവമൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു കുപ്പിയിൽ ഇടിച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 കിലോ ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ തൂക്കി കാണിച്ച് തന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ബാർബൽ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബൈസെപ്സ് കേൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബെൻഡ് ഓവർ റോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഷോൾഡർ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ബാർബൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളൊക്കെ നമുക്ക് ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ അമ്മിക്കുട്ടി അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിൻ്റെ പകുതി എഫേർട്ട് എടുത്താൽ മതി. നമുക്കിതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് വീട്ടിൽ അത്യാവശ്യം കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുമായിരിക്കും, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതൊക്കെ വെച്ച് നമുക്ക് ട്രെയിനിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഫുൾ ബോഡി വർക്കൗട്ട്, അപ്പർ ബോഡി ലോവർ ബോഡി ഒക്കെ വരുന്ന ഒരു തരത്തിലുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കൊക്കെ വളരെ വ്യൂസും കുറവാണ്, അതുപോലെ ലൈക്സൊക്കെ വളരെ കുറവാണ്. ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു 1000 ലൈക്സാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക എത്ര ലൈക്കായി എന്നുള്ളത്. അപ്പോൾ 1000 ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ വരും കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ